പീരുമേട്ടിൽ നിന്നും 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കല്ലാർകവലയിലെത്താം. അവിടെ നിന്നും വലത് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് പരുന്തുംപാറ എന്ന സ്വപ്നലോകത്ത് എത്തിച്ചേരാം. പരുന്തുംപാറ സ്വർഗീയ അനുഭൂതി ഉണർത്തുന്ന പരുന്തുംപാറയാണ് നാം ഇപ്പോൾ കാണുന്നത്. ഇതിൻ്റെ നയന മനോഹാരിതയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളെ വിശ്വസിപ്പാൻ കഴിയുന്നില്ല അല്ലേ? പരുന്തുംപാറയെ ഈഗിൾ റോക്ക് എന്നും പരന്ത പാറയെന്നും പഴമക്കാർ തരുന്നു. ഉയർന്നതും കീഴ്ക്കാൻ തൂക്കുമായ പാറക്കെട്ടുകളുടെ ശേഖരമാണിവിടം. നൂറുകണക്കിന് വിനോദസഞ്ചാരികളെ ദിവസവും ഇവിടേക്ക് ആകർഷിക്കുന്നു. പരുന്തുംപാറയുടെ കവാടമാണ് ഈ ക്ഷേത്രം. 1967 ഏകാംബരം കങ്കാണി എന്ന ഗ്രാമ്പി എസ്റ്റേറ്റ് തൊഴിലാളിയാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. രാത്രികാലങ്ങളിൽ ഈ പ്രദേശത്തു കൂടി പോകുന്ന യാത്രക്കാർ ക്ഷേത്ര ദർശനം നടത്താതെ യാത്ര തുടർന്നാൽ ദിഗ്ബോധം നഷ്ടപ്പെട്ട് പുലർക്കാലം വരെ ഈ പാറപ്പുറങ്ങളിൽ അലഞ്ഞു തിരിയേണ്ടുന്ന അവസ്ഥയുണ്ടാകുമെന്ന് അനുഭവക്കാർ പറയുന്നു. നമ്മളിപ്പോൾ കാണുന്നത് ആത്മഹത്യാ മുനമ്പാണ്, നരകത്തിലേക്കുള്ള വഴി. വാസ്തവത്തിൽ സ്വർഗവും നരകവും ഒരുപോലെ ദർശിക്കാൻ കഴിയുന്ന ഒരു സമസ്യ തന്നെയാണിവിടം. ഈ പാറയിൽ നിന്നാണ് നാട്ടുകാർ മകരവിളക്ക് ദർശിക്കുന്നത്. പണ്ട് തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ ശബരിമലയ്ക്ക് പോയിരുന്നത് ഇതിൻ്റെ അടിവാരത്ത് കൂടെയുള്ള കാനന പാതയിലൂടെയായിരുന്നു. പ്രകൃതി ജന്മം നൽകിയ ഒരു മനുഷ്യനെ ആ പാറപ്പുറത്ത് കിടത്തിയിരിക്കുന്നത് കണ്ടില്ലേ? ആൾക്കാർ ഇതിനെ ടാഗോർ ഹെഡ് എന്ന് വിളിച്ചു വരുന്നു. യഥാർത്ഥത്തിൽ രവീന്ദ്രനാഥ ടാഗോറിന്റെ സാദൃശ്യം നിങ്ങൾ ഇതിൽ കാണുന്നില്ലേ? പ്രകൃതി തന്റെ ക്യാൻവാസിൽ തീർത്ത ഈ ചിത്രം നമ്മെ അതിശയിപ്പിക്കുന്നില്ലേ? ഈ മനുഷ്യൻ പ്രകൃതിയുടെ കാവൽക്കാരനാണെന്ന് തോന്നുന്നു. വാഗ്ദത്ത ഭൂമിയായ പരുന്തുംപാറയുടെ സംരക്ഷകൻ. ഒറ്റമരം, ഇതാണ് ഒറ്റമരം അഥവാ ലോൺലി ട്രീ. പീരുമേടിന്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിൽ നിന്ന് നോക്കിയാലും നമുക്ക് കാണാവുന്ന ഏക ദൃശ്യമാണിത്. ശബരിമലയിലേക്കുള്ള കാനനപാതയുടെ ചുവടെ കാണുന്നത്. വിനോദസഞ്ചാര കേന്ദ്രമായ
ഇവിടം ഇപ്പോൾ മൊബൈൽ കമ്പനികളുടെയും കേന്ദ്രമാണ്. ഈ മലമടക്കുകളിൽ ഇന്ത്യയിലെ എല്ലാ മൊബൈൽ കമ്പനികളുടെയും ടവറുകളും ഉയർന്നു നിൽക്കുന്നത് കാണാം. പട്ടുമല പള്ളി. നാം ദേശീയപാതയിലൂടെ പാമ്പനാറിനെ കടന്ന് 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ദേശീയപാതയോരത്ത് കുന്നിൻ മുകളിൽ മനോഹരമായ ഈ ദേവാലയം കാണാം. പട്ടുമല മാതാ പള്ളിയാണിത്. ഇറ്റാലിയൻ ഗോഥിക് മാതൃക നിർമ്മിച്ച വശ്യമനോഹരമായ ഈ ദേവാലയം വിശ്വാസികൾക്കും സഞ്ചാരികൾക്കും ഒരുപോലെ അനുഭൂതി നൽകുന്നതാണ്. ഈ വഴി കടന്നു പോകുന്ന വിനോദസഞ്ചാരികൾ ഈ ദേവാലയം സന്ദർശിക്കാതെ കടന്നു പോകാറില്ല. ഞങ്ങളുടെ സന്ദർശന വേളയിൽ ഇറ്റലിയിൽ നിന്നും വന്ന ഒരു കൂട്ടം വിനോദസഞ്ചാരികളെ ഞങ്ങൾക്ക് കാണുവാനും പരിചയപ്പെടുവാനും കഴിഞ്ഞു. ഈ ദേവാലയത്തിന് സമീപത്ത് കാണുന്ന ഹാരിസൺസ് മലയാളം തേയിലത്തോട്ടം മൊട്ടക്കുന്നുകളെ ഹരിതാഭ ചാർത്തിക്കൊണ്ട് നിലകൊള്ളുന്നു. ഈ ദൃശ്യം ഏതു സഞ്ചാരികളെയും ഹഠാതാകർഷിക്കുന്നതാണ്. അടുത്തതായി നാം കാണുന്നത് ടീ സിറ്റി എന്നറിയപ്പെടുന്ന പാമ്പന ടൗണിന്റെ ദൃശ്യങ്ങളാണ്. തേയില ചില്ലറ വ്യാപാരത്തിന് പ്രശസ്തി ആർജിച്ച സ്ഥലമാണ് പാമ്പനാർ. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നും വരുന്ന വിനോദസഞ്ചാരികളും പ്രാദേശികമായുള്ള കച്ചവടക്കാരും ഗുണമേന്മയുള്ള തേയില വാങ്ങുന്നതിനായി പാമ്പനാറ്റിലാണ് എത്തിച്ചേരുന്നത്. ഇത് ഹൈറേഞ്ചിലെ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രവുമാണ്.